വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചോദിച്ചൊരു വിഷയമാണ് എൻ്റെ ഗ്രാൻഡ് മദറിനോട്. എനിക്ക് ഇരുമ്പംപുളി വേണം എന്നുള്ള വിഷയം. അതായത് ഇവിടെ ഒക്കെ ഞങ്ങൾ പറയുന്നത് ഇരുമ്പംപുളി കേട്ടോ. അവിടെ എല്ലായിടത്തും വേറെ സ്ഥലത്തൊക്കെ ഇതിന് എന്ത് നാട് പറയുന്നില്ല. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ചോദിച്ച വിഷയം ഇരുമ്പംപുളി എന്നാണ് കേട്ടോ. ഞാൻ അവിടെ ഖത്തറിലുള്ള 2 വർഷം ആദ്യമായിട്ട് ഞാൻ കണ്ടൊരു വ്ളോഗാണ് ഇരുമ്പംപുളി മുറിച്ച് ഉപ്പും മുളകും തേച്ച് തിന്നുന്നത് കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പും മുളകും മിക്സ് ചെയ്ത് അവിടെ ആൾറെഡി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പംപുളി കട്ട് ചെയ്ത് തിന്നാം. ഒരു ഇരുമ്പംപുളി കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് കണ്ട ആകാംക്ഷയിൽ അതെടുത്ത് തിന്നു. ഇതിൻ്റെ പാതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അന്ന് മുറിക്കാം. കത്തി പിടിച്ച സൈഡ് മറപ്പ് കേട്ടോ. സോറി, കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, ക്യാമറാമാൻ മിണ്ടണ്ട. ക്യാമറാമാൻ മറ്റാരുമല്ലോ കേട്ടോ, എൻ്റെ ഗ്രാൻഡ് മദറാണ്. അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റുമോ? അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇരുമ്പംപുളി ഒന്ന് കട്ട് ചെയ്ത് തരാം. കട്ട് ചെയ്യുന്ന ഇരുമ്പംപുളി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ കേട്ടോ കട്ട് ചെയ്യുന്നത്. എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം വെച്ച് കിട്ടിയാൽ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തോളും. സൗണ്ട് വരുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. പോറിപ്പൂടിയത് ഇല്ല, ഓർത്തൊന്നുമില്ല. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ഇരുമ്പംപുളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിന് കട്ട് ചെയ്യുമ്പോഴേക്ക് ഒരു വഴിയാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നല്ല ഞാൻ ഇതിന് ശേഷം പറയാത് കേട്ടോ. എനിക്കിതൊന്ന് ഉപ്പും മുളകിട്ട് തേച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസിലെല്ലാം അവർ പറഞ്ഞ അടിപൊളി കേട്ടോ. നമ്മളെ സ്പൂണും ഉപ്പും മുളകും എല്ലാം തേച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പും മുളകും ഞാൻ നേരത്തെ ഒരു പാത്രത്തിനകത്തിട്ട് വെച്ച് കട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് നല്ല മിക്സ് ചെയ്യണം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടോ വേണ്ട, കുറേ ഇരുമ്പംപുളിക്ക് നല്ല പുളികളുണ്ട്. അതുകൊണ്ട് ഉപ്പിന് കുറച്ചുകൂടെ ഇടണോ? ഇടാണ്ടായിരിക്കും ഗൈസ്. അവിടെ ഉപ്പിടുന്നില്ല കേട്ടോ. നല്ലോണം ഉടയ്ക്കാനായിട്ട് നോക്കിയിട്ടാണ് കേട്ടോ. പിന്നീട് എനിക്കിവിടെ ഒരു ടെൻറ്റ് ഉണ്ട് കേട്ടോ. അത് ഇത് കഴിച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ആ എരിവും പുളിയും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ ഗ്രാൻഡ് ചോദിച്ചാൽ എനിക്ക് എന്താണ് വേണ്ടത്, എല്ലാ ആഗ്രഹവും സാധിച്ചിട്ടാന്ന് പറഞ്ഞു ഫുഡിൻ്റെ കാര്യത്തിൽ. കാരണം ഇതുവരെ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. ഇവരങ്ങോട്ട് വരുമ്പോൾ ഞാൻ കുറേ ലിസ്റ്റ് അവിടെ നിന്ന് അയച്ചു തരാറുണ്ട്. കാരണം എനിക്ക് വേണ്ടിയിട്ട് ഒരു 10-12 കിലോ മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും തിന്നാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചോദിച്ച വിഷയം ഇതാണ്. പക്ഷേ ഇവിടെ ഇരുമ്പംപുളി കിട്ടാനില്ല. പക്ഷേ ഇവിടെ നിന്നൊക്കെ തേടി പിടിച്ച് ഇന്ന് എനിക്ക് ഇരുമ്പംപുളി കിട്ടിയ ഇനി ഞാൻ ഖത്തറിലോട്ട് തിരിച്ചു പോകാൻ ബാക്കിയുള്ള ദിവസങ്ങൾ വെറും 10 ദിവസമാണ്. ഖത്തർ ഇനി നിങ്ങൾക്ക് കാണണമെങ്കിൽ വെറും 10 ദിവസം കൂടെ നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഞാനിനി ഖത്തറിലോട്ട് തിരിച്ചു പോകുന്നതാണ് കേട്ടോ. ഞാൻ അവിടെ വന്നിട്ട് 1.5 മാസം അങ്ങോട്ട് നിന്നിട്ടുള്ളൂ. 1.5 മാസം പോയിട്ടില്ല, 1 മാസം അങ്ങോട്ട് ആയിട്ടുള്ളൂ. ഇപ്പോൾ 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.10 ദിവസം അത്ര ഞാൻ അവിടെ നിൽക്കുന്നുള്ളൂ. ടിക്കറ്റിനൊക്കെ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ. എക്സ്പ്രഷൻ കാണുമ്പോൾ ഒന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്, ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ പുളി എരിവും കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ആ ഉപ്പും പുളി ഇതെല്ലാം കൂടി അതിനകത്ത് പിടിച്ചിരിക്കണം. നമുക്ക് അച്ചാർ പോലെ ഉണ്ടാവും, ഇരുമ്പംപുളി അച്ചാർ. അത് ഞാനൊരു കഴിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇരുമ്പംപുളി ഉടനെങ്കിലും കിട്ടണം, നമുക്ക് അത് അച്ചാർ ഇട്ടു. ഞാൻ പറഞ്ഞ എൻ്റെ ടെൻറ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. കം ഓൺ. അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ട് ലൈറ്റും ഫാനും ഇടട്ടെ, അല്ലെങ്കിൽ എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഗൈസ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻ്റെ ടെൻറ്റ്. അടിപൊളിയല്ലേ? ഇത് മേടിച്ചതാണ് കേട്ടോ. 2 കൊല്ലങ്ങൾക്ക് മുന്നേ മേടിച്ചതാണ്. ഞാനിതിവിടെ വന്നപ്പോൾ തൊട്ട് ഈ ടെൻറ്റ് ഇവിടെ അയച്ച് എവിടെയൊക്കെയോ പുറത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. നോക്കി ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു വ്യൂ നോക്കിയാലോ. ഈ ടെൻറ്റിൻ്റെ വാതിൽ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിശാലമായ ടെൻറ്റ് കാണാം ഗൈസ്. വിശാലമായെന്ന് പറഞ്ഞാൽ കറക്റ്റ് നല്ല സെറ്റ് വിശാലമായിട്ടുള്ളൊരു ടെൻറ്റ്. ഞാൻ ഒരു പുതപ്പിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യും. ഒരു പില്ലും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഗേൾസിൻ്റെ ഒരു ഹരമാണ് ടെഡീസ്. അപ്പോൾ എൻ്റെ ഇവിടെയുള്ള ടെഡീസിനെ മൊത്തം ഇനിയൊരു റോ നിറയെ ടെഡീസ് കൊണ്ട് നിറച്ച് വെച്ചേക്കാം. ഇവിടെ ഒരു ടെഡി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ക്യൂട്ട് കോരങ്ങനുണ്ട്. എന്ത് ഭംഗിയല്ല കാണാൻ. വീട് കണ്ടു, ഈ ഒരു ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെൻ്റെ ഫേവറേറ്റ് ആണ്. കാണാൻ നല്ല ഭംഗിയില്ലേ.
ഇതും നല്ല ഭംഗി കിട്ടും. ഇത് അത്ര കൊള്ളൂല കാരണം അത് 2-3-4 കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ എവിടെയോ കളഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഇത് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇല്ലേ. ഇതെല്ലാം എൻ്റെ ഇവിടെ വന്നതിന് ശേഷമുള്ള എൻ്റെ ടെഡീസ് ക്യൂബാണ്. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ബണ്ണിയിട്ട് പോലത്തെ ഒരു ടീലൊക്കെ ഉണ്ട്, ബ്ലൂ കളർ ടീലൊക്കെ ഇട്ടിട്ട്. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. പിന്നീട് ഇതും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പുതപ്പായിട്ട് ഉപയോഗിക്കാറൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ചിലപ്പോൾ ഒരു പുതപ്പായിട്ട് ഉപയോഗിക്കും, ചിലപ്പോൾ മാത്രം. അതായത് ഈ പുതപ്പ് ചിലപ്പോൾ ഞാനിവിടെ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അവർക്ക് ഈ പുതപ്പ് കൊടുക്കേണ്ടി വരുമല്ലോ. ഇത് ഞങ്ങൾ കിടക്കുമ്പോഴും ഈ പുതപ്പ് ഞാൻ പൊതിച്ച് കിടക്കുന്ന കേട്ടോ. ഇതെൻ്റെ പുതപ്പാണേ. പക്ഷേ ഇവിടെ ആർക്കെങ്കിലും ഞാൻ പുതയ്ക്കാൻ കൊടുക്കാറുണ്ട്. അവർ വന്ന് കിടക്കാതിട്ട് അവർക്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇത് കുറച്ച് കിടക്കുന്നത്. ഇത് എൻ്റെ മമ്മിയുടെ ഒരു ഷാളാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഒരു ഹാങ്കറിൽ നമ്മളിവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നീട് ഇത് വേണമെങ്കിൽ എൻ്റെ ടെഡീസിന് തണുക്കുകയാണെങ്കിൽ അവർക്കും ഇട്ട് കൊടുക്കാൻ. പക്ഷേ ഇതുവരെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ അവർ ഞാനില്ലാതെ സൂക്കേണ്ട. അപ്പം നമുക്കിപ്പം എടുത്തേക്കാം. നല്ല സുഖമായിട്ട് നമുക്ക് ഈ ടെഡിയുടെ മീതിയല്ല കേട്ടോ, ഞാൻ ഈ പില്ലോട് മീതിയാണ് കിടക്കുന്നത്. നമുക്ക് കുറച്ച് ഇതെല്ലാം മതി. എന്നെ ആരെങ്കിലും വന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നല്ലറണം. അല്ലെങ്കിൽ താണ്ട് ഈ ഇതെല്ലാം കൂടെ പറഞ്ഞ എൻ്റെ മേത്ത് വീട് ഗൈസ് കുഴപ്പമില്ല കേട്ടോ. നമുക്കുണ്ടല്ലോ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു സ്റ്റിക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കിലൂടെ ഇവർക്ക് വന്നിട്ട് ഇവിടെ ഒന്ന് തട്ടാൻ ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒരു വടി ഞാനിപ്പോൾ തട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തട്ടുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ ടെൻറ്റിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എൻ്റെ ടെൻറ്റിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക്. കേട്ടോ, ഞാൻ ഒരു ദിവസം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് കേട്ടോ എൻ്റെ ഈ ടെൻറ്റ്. എന്നിട്ട് ഞാനും എൻ്റെ അനിയനും കഷ്ടപ്പെട്ടു കേട്ടോ ഈ ടെൻറ്റ് ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് എൻ്റെ അനിയൻ തന്നെ അത് പൊളിച്ചു കളഞ്ഞു. എനിക്ക് നല്ല ദേഷ്യ സങ്കടം എല്ലാം കൂടെ ഒരുമിച്ചു വന്നു. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം അതായത് ഇന്ന് കഷ്ടപ്പെട്ട് ഞാൻ ഈ ടെൻറ്റ് റീപണിതു. അതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇൻട്രൊഡക്ഷൻ ചന്ദനമാണക്കല്ലോ. പക്ഷേ അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരാൾക്ക് ഇതിൻ്റെ അകത്ത് കിടക്കാം പറ്റുന്ന വലിയ സ്പേസൊന്നും അല്ലെങ്കിൽ കൂടി അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. എനിക്കൊരാൾക്ക് ഇവിടെ കിടക്കാനായിട്ട് പറ്റും. അതെന്തായാലും പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. എനിക്കൊരാൾക്ക് എന്തായാലും ഇവിടെ കിടക്കാനായിട്ട് പറ്റുമായിരിക്കും. പറ്റണം, അതാണ് പറ്റേണ്ടത്. ഇത് കണ്ടല്ലോ ഗൈസ്, ഇവിടെ കുറേ ടെഡീസിനെല്ലാം ഞാൻ എടുത്ത്. ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്ലുക്ക്. ഇതിനകത്ത് എനിക്ക് ജീവിക്കാൻ എന്തായാലും പറ്റും കേട്ടോ. പിന്നീട് ഇവിടെ ഒരു ഫ്ലോറാണുള്ളത് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു ഫ്ലോറാണുള്ളത്. ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരു സോഫ്റ്റ് കുഷനെല്ലാം എടുത്തിട്ട് ഇവിടെ വെച്ചു. എന്നിട്ട് ആ സോഫ്റ്റ് കുഷൻ പിന്നീട് നമ്മുടെ പില്ലോ ഇതെല്ലാം വെച്ചിട്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് സെറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ സൂപ്പർ ടെഡീസിനെല്ലാം ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഔട്ട്ലുക്ക് വരാനായിട്ടൊക്കെ ഞാനിത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ മാത്രമല്ലേ കയറുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കസിനൊക്കെ വരുമല്ലോ. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കയറുമല്ലോ. ഇനി ഈ 10-ാം തീയതി ഞാൻ ഖത്തറിലോട്ട് വരുന്നതുകൊണ്ട് പിന്നെ പിന്നീട് ഞാൻ വന്നതിന് ശേഷം ഇതെന്തായാലും തട്ടുംപുറത്തായിരിക്കും കയറാൻ വേണ്ടി പോകുന്നത്. തട്ടുംപുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് എനിക്ക് അവിടെ പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം ഗൈസ്. ഇത് പിന്നീട് ഞാൻ പോകുന്നതിൻ്റെ അന്നൊക്കെ ഞാനത് സെറ്റാക്കിയിട്ടേ പോകുന്നുള്ളൂ. കാരണം സെറ്റാക്കിയിട്ട് പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ ഗ്രാനദറിനോട് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ ടെൻറ്റ് ഇവിടെ വീടിൻ്റെ ഇതിനകത്ത് പണിതിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ടെൻറ്റ് ഔട്ട്ലുക്ക്. പിന്നീടുള്ള എൻ്റെ എരുമ്പമ്പുളിയുടെ ഔട്ട്ലുക്കും ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഇരുമ്പമ്പുള്ളി കഴിച്ച് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഉണ്ടല്ലോ 2-3-5 ഇരുമ്പമ്പുള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചേരുന്നു കണ്ടു. അടിപൊളി ഇഷ്ടപ്പെട്ടു. അടുത്ത് വരുമ്പോൾ അങ്ങോട്ട് അടുത്ത നമുക്കിതൊരു ചലഞ്ചാക്കാം. നോ എക്സ്പ്രഷൻ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച്. 3 കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഞാൻ ഒരു വ്ളോഗിലിടാം. നോ എക്സ്പ്രഷനാണ്. ഞാൻ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗൈസ് എനിക്കിത് നോക്കി ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റില്ല ഗൈസ്.
തീർന്നു വയസ്സ് പാത്രം കലക്കി ഇവിടെയല്ലേ പാത്രം കലക്കി ഗൈസ്. സ്പൂൺ കൊണ്ടക്കളയട്ടെ, ശരി കൊണ്ട കഴുകട്ടെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ചു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ അപ്ലൂ.